എവിടത്തേക്കാ പോകുന്നതെന്നൊന്നും എന്നോട് പറഞ്ഞില്ല കേട്ടോ. എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ദിനു പെട്ടം വിളിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ എങ്ങനെ പോകാനെന്ന്. അന്നേരം എന്നോട് പറഞ്ഞു വേഗം വണ്ടി എടുക്കും, സൂര്യൻ ഇപ്പം താവുന്നു. അങ്ങനെ നമ്മളെത്തിയ അവിടെ തന്നെ സൂര്യൻ താണിക്കില്ല കേട്ടോ, അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവരെ എന്നോട് പറഞ്ഞു തെങ്ങുമ്മേൽ കുറേ തേങ്ങ ഉണ്ടല്ലോ, അതെങ്ങനെയാണെന്ന്. ഞാൻ പറഞ്ഞു തെങ്ങുമ്മേലേക്ക് നോക്കിയിട്ട് വെള്ളം ഇറക്കണ്ട, നമ്മൾ നേരെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ വല നന്നായിട്ട് വീശെന്നൊക്കെ കണ്ടില്ലേ, വീശയില്ല കേട്ടോ, ക്ലീൻ ആക്കുക എന്ന് അന്നേരം എനിക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ആട്ടെ, നീ വാ മോളെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. കുട്ടികളുടെ ഐസ്ക്രീം തിന്ന് ഇങ്ങനെ പോകുന്നത് അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ കുറേ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വന്നല്ലോ. പിന്നൊന്നും പറയേണ്ട മക്കൾ, ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്ന സമയത്ത് നമ്മൾ സുധാകരട്ടനുണ്ട് എന്താക്കുന്നത്, സൂര്യനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ. ആ ഇരിക്കുന്ന കണ്ടപ്പോൾ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പർ മാത്രമല്ല കേട്ടോ, ഇവിടെ നിന്ന് കുഞ്ഞിക്കാണാരട്ടനും സതീഷേട്ടനൊക്കെ സൂര്യൻ ഇങ്ങനെ നോക്കിക്കണ്ട് മുഖാമുഖം നിന്ന് ഇങ്ങനെ കഥ പറയുന്നത്. പിന്നെ ഞാൻ അന്നേരം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പോകില്ലേ. അന്നേരം ഇവിടെ വണ്ടിയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് കണ്ടപ്പം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് നിർത്തിയിട്ട് ആടെന്താ സംഭവം എന്നൊക്കെ നോക്കിയാലോ. അങ്ങനെ കൂടുതൽ വണ്ടിയുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ വണ്ടി നിർത്താനങ്ങ് തീരുമാനിച്ച്. പിന്നെ ഒന്നും നോക്കേണ്ട മക്കളെ, നമ്മൾ ഇറങ്ങിയിട്ടൊരു നടക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാക്ക് പിടിക്കണേന്ന്. ദിനു എന്തിനാണ് വിളിച്ചതെന്നൊന്നും എന്നോട് പറഞ്ഞില്ല കേട്ടോ. കൈമലുള്ള ചാക്ക് എടുത്ത് ഒരു നടത്തം. ആ നടക്കുന്ന കണ്ടപ്പം തന്നെ ഞാൻ ചെല്ല ഇതെങ്ങോട്ടൊക്കെ പോകുന്നതെന്ന്. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് സ്വീകരിക്കാൻ മാതിരി ദിനു ഇവിടെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ദിനു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ കല്ലുമലൊക്കെ കല്ലുമക്കായുണ്ടെന്ന് പറഞ്ഞ് ദിനു ഇങ്ങനെ തള്ളുന്നുണ്ട് കേട്ടോ. അത് കേട്ടപാടെ തന്നെ ഒന്നും നോക്കണ്ടല്ലോ, അവിടെ ഒന്നെടുക്കാൻ ചെന്നാൽ പിന്നെ പരിപാടി തുടങ്ങിയല്ലേ. അങ്ങനെ ഞാൻ എന്താക്കി എൻ്റെ പരിപാടി ഇങ്ങനെ തുടങ്ങി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാനായിട്ടാണ് പോയത്. എന്താ കാര്യം എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഇപ്പം മുന്നോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുക്കുണ്ടല്ലോ, അതായത് കുക്കുവിൻ്റെ ഭർത്താവ്, അതായത് രണ്ടുപേരെ കുക്കുന്ന് കേട്ടോ വിളിക്കുക. അങ്ങനെ നേരെ എന്താക്കി ഞാൻ അങ്ങോട്ടേക്ക് ഇങ്ങ് പോയി. അങ്ങനെ കുക്കുവാണ് അവിടെ ഉണ്ടാക്കുന്നത്, നന്നായിട്ട് വാരിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ നേരെ മുന്നോട്ടേക്ക് പോയിട്ട് എല്ലാ കുക്കു ഇതെന്താ പരിപാടി എന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ട് കണ്ടിട്ട് എന്താ തോന്നുന്നത്. ഞാൻ നേരെ കുക്കു ഭയങ്കര ചിരിയോ തമാശക്കാരൻ കേട്ടോ, ഭയങ്കര തമാശക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്താക്കി അവിടെ ഓനെ അങ്ങ് നോക്കി. ഓൻ നന്നായിട്ടുണ്ട് എന്താ പറയുക, അരുവക്കഷ്ണം മാതിരി കത്തി എടുത്തിട്ട് നന്നായിട്ട് എന്താക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിലും ഒന്ന് തരുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഒന്ന് തരുമൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് ദിനം അവിടെ പറിച്ചു വെച്ചല്ലോ. അങ്ങനെ നമ്മളെന്താക്കാണ് ഇങ്ങോട്ടൊക്കെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് മറക്കരുത്. ദിനം ഇടുന്നുണ്ട് പറയുന്നത് കടലിൽ നിറച്ച് ഉപ്പിൻ്റെ വെള്ളമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മൂനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. കല്ലുമ്മ ചവിട്ട് നേരം നോക്കണം, ഊരി വീണാൽ ഞാൻ രക്ഷപ്പെടുത്തൂല എന്നൊക്കെ. അങ്ങനെ കല്ലുമ്മക്കായി എന്ന് പറയുന്ന ഈ ഒരു സാധനം കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് അടിക്കാൻ മറക്കരുത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേമാതിരിയുള്ള കല്ലുമ്മക്കായി പറിക്കാൻ നിങ്ങൾക്ക് ആർക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാകുമല്ലോ, അതേമാതിരി അവിടെ പോയി പറിക്കുകയൊക്കെ ചെയ്തിട്ടോ. ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. മുങ്ങി പറിക്കുന്ന ആൾക്കാരും പുറത്തുനിന്ന് പറിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുങ്ങി പറിക്കുന്ന ആൾക്കാരാണ്. ഇവന് കഷ്ടപ്പെട്ടിട്ടൊക്കെ പറിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തന്നെ കുറേ വിഷമം തോന്നി. എന്ന് വെച്ചുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് പറിച്ചിട്ട് വിൽക്കുന്ന സമയത്ത് 10 റുപ്യ കുറയ്ക്കും 20 റുപ്യ കുറയ്ക്കും എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ പറയില്ലേ, ഇത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ പറിക്കുന്നത്. അങ്ങനെയെല്ലാം കൂടി നമ്മൾ എന്താക്കുകയാണ് നേരെ മുന്നോട്ടേക്ക് പോകുന്നതിന് ദിനു ഇവിടുന്ന് നന്നായിട്ട് എന്താക്കുന്നുണ്ട്, കഥയൊക്കെ പറയുന്നുണ്ട്. ദിനുവിൻ്റെ കഥ കേട്ടതിന് ശേഷം ഇവരൊക്കെ കഥ കേട്ട് ഇങ്ങനെ കുത്തിരിക്കല്ലേ, കല്ലുമക്കായി പറിക്കലൊക്കെ നിർത്തി. ദിനു പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മൂൻ്റെ ഒടി കടലിൽ ഉപ്പുണ്ടെന്ന്, ഇത് അമ്മൂന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ദിനു നന്നായിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ കല്ലുമക്കായി. നിങ്ങൾക്കൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ പുറത്തുനിന്ന് പറിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കിയിട്ടോ, പക്ഷേ എൻ്റെ കൈ മുറിയുന്നു എന്ന് തോന്നിയപ്പോൾ ഞാൻ നൈസായിട്ട് അടുത്ത് മുങ്ങുകയും ചെയ്തു. അങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു ഒരു വീഡിയോ എടുക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ പോലൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, നീ എടുത്തോടാന്ന് ധൈര്യമായിട്ട് എടുത്തോന്നൊക്കെയാണ് അവിടെയുള്ള പല ആൾക്കാരും പറഞ്ഞിട്ടോ. അങ്ങനെ എന്താ പറയാൻ വാക്കുകളില്ല. കൂടുതൽ നേരം ടൈം എന്താക്കി നമ്മളവിടെ ചിലവഴിച്ച് ഇവരുടെ കൂട്ടത്തിൽ നമ്മളും ഇതാക്കി. അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ പറയുകയാണ്, എന്താ ചെയ്യുക. അപ്പോൾ ഇതേമാതിരി കല്ലുമക്കായൊക്കെ പറിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെന്താക്കി ഒന്ന് പറയുക കമൻറ്റ് ബോക്സിൽ. പിന്നെ എൻ്റെ മക്കളെ പുറത്തേക്ക് നോക്കി വെക്കുന്നവരെ ചെരിഞ്ഞ് വെച്ച് ഇതാ കണ്ട പറിച്ചിട്ട് കല്ലുമക്കായി മൊത്തം ഇവിടെ നിന്ന് എന്താക്കുന്നത് ക്ലീനാക്കി വെച്ചിട്ട് ഇത് കവറിലേക്ക് ആക്കിയിട്ട് ഇവിടെ നിന്ന് എന്താക്കും ഇങ്ങ് കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു കളിയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ മക്കളൊക്കെ എന്താ നോക്കിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് കല്ലുമക്കായി വന്നിക്കുക എന്നുള്ളൊരർത്ഥത്തിൽ നല്ല നാരം കണ്ടതിന് കൈമിൽ ചോദിച്ചാൽ തരൂല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിക്കണമെന്നില്ല. അങ്ങനെ ഞാൻ നേരെ മുന്നോട്ടേക്ക് തന്നെ പോയിട്ടോ. ഇവൻ ഒരു യൂട്യൂബർ കേട്ടോ, എൻ്റെ പേര് എനിക്കറിയില്ല. അങ്ങനെ ഇവിടെയുള്ള ഒരു ആൾ കുഞ്ഞനെ കണ്ടില്ലേ, കുളു മാമൻ്റെ മോനേടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കുഞ്ഞൻ എന്നോട് പറഞ്ഞ പൊട തുരത്ത് പോയി കളിക്കുന്നു. അങ്ങനെ കുഞ്ഞൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല കേട്ടോ. അങ്ങനെ ദിനു പറഞ്ഞുകൊണ്ട് നമ്മൾ പോകാമെന്ന് പറഞ്ഞിട്ട് ദിനു പറിച്ച കല്ലുമക്ക എടുത്തിട്ട് നമ്മൾ പോകുക. അന്നേരമാണ് നമ്മളെ കൊട്ടേഷനെ കാണുന്നത് കേട്ടോ. കൊട്ടേഷൻ കുഞ്ഞനെ വരെ വണ്ടിമൊക്കെ എത്തിക്കില്ല കണ്ട, കല്ലുമക്കായി മുമ്പിൽ വെച്ചിട്ട് കുഞ്ഞനെ നടത്തിക്കുന്ന കൊട്ടേഷനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ദിനു എന്താക്കുന്നുണ്ട്, വണ്ടിമേലേക്ക് വെക്കുന്നുണ്ട്. അന്നേരം ദിനു പറഞ്ഞുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് ക്ലീൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയും കൊണ്ട് നേരെ എടുത്തൊക്കെ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിനുവിൻ്റെ വീട്ടിലേക്ക് കേട്ടോ. അവിടെ എത്തിയ പടന്നെ മക്കളെ നോക്കണ്ടല്ലോ, അതവിടെ ചെരിയുന്ന സംഭവം തന്നെ വേറൊരാളും കൂടി ഉണ്ട്. ആരെന്നല്ലേ, നമ്മളെ സ്വന്തം പൂച്ച ഉണ്ടെങ്കിലും നോക്കിക്കുന്നത്. കല്ലുമക്കായാനോ കൊണ്ടുവന്നത്, ഇതെനിക്ക് തിന്നാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് മൂപ്പർ തല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ദിനു കഷ്ടപ്പെട്ട് ഇതെന്താക്കുന്നുണ്ട്, മറയ്ക്കുന്നുണ്ട്. ഞാൻ ഈ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അന്നേരം ദിനു എന്നോട് പറഞ്ഞുകൊണ്ട് വീഡിയോ അങ്ങോട്ട് വെച്ചിട്ട് ഫോൺ അവിടെ വെച്ചിട്ട് നീ ഇതൊന്ന് സഹായിക്കുന്നു. അങ്ങനെയെല്ലാം കൂടി ഓൻ്റെ വർത്താനം കേട്ടപ്പോൾ ഞാൻ നേരെ അമ്മൂനോട് പറഞ്ഞുകൊണ്ട് നീ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അമ്മു കഷ്ടപ്പെട്ട് ക്ലീനൊക്കെ ചെയ്ത്. പക്ഷേ ദിനു ആണ് ഫുള്ള് സെറ്റാക്കിയത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.